നമസ്കാരം. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഒരുപിടി മികച്ച അവസരങ്ങൾ ഏതാണ്ട് 8-9 കമ്പനികളിലെ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. വിവിധ മേഖലയിൽ നിന്നുള്ളവർക്കുള്ള അവസരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. TCSലേക്ക് ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് ഹൈദരാബാദ് ഉള്ള ഒരു അവസരമാണെങ്കിൽ കേരളത്തിലുള്ളവർക്കും പ്രത്യേകിച്ച് ആർട്സ് ആൻഡ് സയൻസ് മേഖലയിൽ നിന്നുള്ളവർക്ക് ഫ്രഷേഴ്സിന് TCSൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന 2 കമ്പനികളിലെ അവസരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ടീച്ചിങ്, ബാങ്കിങ് മേഖലകളിലെ അവസരങ്ങൾ, അതല്ലെങ്കിൽ ബിടെക് ഡിപ്ലോമക്കാർക്ക്, അത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുമൊക്കെ വിവിധ കമ്പനികളിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് കമ്പനികളിലെ അവസരങ്ങൾ, എന്തിനാ UST അല്ലെങ്കിൽ RM, ടെക് മഹീന്ദ്ര പോലുള്ള ടോപ്പ് കമ്പനികളിലെ അവസരങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം, എന്നാലേ എല്ലാ അവസരങ്ങളും മനസ്സിലാകത്തുള്ളൂ. ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിൽ അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും മികച്ച അവസരം എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു അവസരം, അത് വിശദമാക്കുന്ന ഒരു സൗജന്യ വെബിനാർ ഈ വരുന്ന ശനിയാഴ്ച, അതായത് 23-ാം തീയതി മാർച്ച് 7:30 മണിക്ക് സൂം പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഞാനും ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പ്രൊഫഷണൽസും, അതിലെ മലയാളിയായ ഡയറക്ടർ ഉൾപ്പെടെ ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ട് ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ അവസരങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് UK-യിലും കാനഡയിലും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷനായ US-ൽ പഠിക്കുവാൻ അവസരങ്ങളുണ്ട്. അതും സ്റ്റാർട്ടിങ്ങിൽ ഒരു 6 ലക്ഷം രൂപ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ അവസരങ്ങളിലേക്ക് എത്താം. വിസ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫീസ് അടച്ചാൽ മതിയാകും. അങ്ങനെ വളരെ മെച്ചപ്പെട്ട GRE, GMAT ഒന്നുമില്ലാതെ പാർട്ട് ടൈം ജോലി ഓപ്ഷൻ ക്യാമ്പസിൽ തന്നെ ലഭ്യമാകുന്ന ഒരു മികച്ച സ്റ്റഡി അബ്രോഡ് അവസരം വിശദമാക്കുന്ന വെബിനാറാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക് ലഭിക്കും. അതിലൂടെ ഈ മികച്ച അവസരം ശനിയാഴ്ച 23-ാം തീയതി നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ആദ്യം ഞാൻ എഞ്ചിനീയേഴ്സിനും അതേപോലെ ഡിപ്ലോമ ഹോൾഡേഴ്സിനും ലഭ്യമായിരിക്കുന്ന ഒരു അവസരം ഒന്ന് സൂചിപ്പിക്കാം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പോളിടെക്നിക്കുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും പങ്കെടുക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ZF വിൻഡ് പവർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് പാലക്കാടുള്ള അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിപ്ലോമ മെക്കാനിക്കൽ, അതേപോലെ ഡിപ്ലോമ ഓട്ടോമൊബൈൽ, അതേപോലെ BE മെക്കാനിക്കൽ, BE ഓട്ടോമൊബൈൽ, അതേപോലെ ഡിപ്ലോമ ട്രിപ്പിളിക്കാർക്ക് പങ്കെടുക്കാവുന്ന അവസരങ്ങളാണ്. ഫ്രഷേഴ്സിനും ഒരു 3 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അതിൻ്റെ സാലറി പാക്കേജ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഓർക്കുക, ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം ലഭ്യമായിരിക്കുന്ന അവസരങ്ങളായിരിക്കും. അപ്പോൾ ഈ അവസരങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് 25-ാം തീയതി മാർച്ച് തിങ്കളാഴ്ച ഈ അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. TCSലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് അത് ഹൈദരാബാദ് നടക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ കേരളത്തിലും ഇതിന്റെ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. TCSലേക്ക് വേണ്ടിയിട്ട് BPS ഹയറിംഗ് ആണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. BPS എന്ന് പറഞ്ഞാൽ ബിസിനസ് പ്രോസസ് സർവീസസ്, അതായത് TCSന്റെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് അല്ലെ TCS ക്ലയൻസിന്റെ ബാക്ക് എൻഡ് ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള ഹയറിംഗ് ആണ് നടക്കുക. പ്രത്യേകിച്ച് അക്കൗണ്ടിങ്, HR, ഇങ്ങനെ പല മേഖലകളിലുള്ള ബാക്ക് എൻഡ് ജോലികൾ, അതിനു വേണ്ടിയിട്ടുള്ള ഹയറിംഗ് ആണ് നടക്കുക. അപ്പോൾ അതിന്റെ എലിജിബിലിറ്റി ഇവരോട് സൂചിപ്പിച്ചിട്ടുണ്ട്. BCom, BA, അതേപോലെ BBA, BMS, BSc മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, അങ്ങനെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഫുൾ ടൈമേഴ്സിനായിരിക്കും ഈ ഒരു അവസരം ലഭ്യമായിരിക്കുന്നത്. അപ്പം ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ TCSലെ അവസരങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട്, അവിടെ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യണം. അവർക്ക് അവിടെ 2 സ്റ്റെപ്സ് ഉണ്ട്. TCS പോർട്ടലിൽ പോയി അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സിലൂടെയൊക്കെ എഴുതി TCSന്റെ ഇതിന് അപ്ലൈ ചെയ്യാം. പിന്നീട് ഓൺലൈനിലൂടെ ഇവരെ സംഘടിപ്പിക്കണം. ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിൽ നമുക്ക് വീട്ടിലിരുന്ന് ഇവരുടെ ടെസ്റ്റ് എഴുതാം, അതല്ലെങ്കിൽ TCS അയൺ സെന്റേഴ്സ് ഉണ്ട്, എല്ലാ ജില്ലയിലും അങ്ങനെയുള്ള സെന്റേഴ്സ് ഉണ്ട്. ആ സെന്റേഴ്സിലൊക്കെ പോയിട്ടും നിങ്ങൾക്ക് ടെസ്റ്റ് എഴുതാവുന്നതാണ്. പിന്നീട് ഇന്റർവ്യൂവിൻ്റെ ഒക്കെ വെളിച്ചത്തിലായിരിക്കും ഇവർ ഫൈനൽ സെലക്ഷനിലേക്ക് എത്തുക. അപ്പം നമ്മുടെ രാജ്യത്തെ മാത്രമല്ല, ലോകത്തെ തന്നെ വാല്യുവേഷനിൽ നമ്പർ 1 കമ്പനികളിലൊന്നാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ്. TCSൽ ഫ്രഷേഴ്സിന്, പ്രത്യേകിച്ച് ഈ ആർട്സ്, സയൻസ്, കൊമേഴ്സ്
ഇങ്ങനെയുള്ള മേഖലയിൽ നിന്നുള്ളവർക്ക് എത്താവുന്ന മികച്ച അവസരമാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് jobsbridge.com എന്ന സൈറ്റിൽ പോയി TCS എന്ന് സെർച്ച് ചെയ്യാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് സന്ദർശിക്കുക. നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിനൊക്കെ അടുത്തുള്ള ആബാസോഫ്റ്റ് എന്ന കമ്പനിയിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒരു അവസരം ഞാൻ സൂചിപ്പിക്കാം. ആബാസോഫ്റ്റിലെ HR ട്രെയിനിങ് അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. MBA ഫ്രഷേഴ്സിനെയാണ് ഇവരെ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് എത്താവുന്ന അവസരങ്ങളാണ്. വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് മാർച്ച് 21, 22 തീയതികളിലാണ്. 10 AM-നും 3 PM ഇടയ്ക്കായിട്ട്. ഇവരുടെ ലൊക്കേഷനൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ആബാസോഫ്റ്റ് ചിറ്റേറ്റുകര, കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലാണ്, ചക്ല സൈറ്റിലാണ്. അപ്പോൾ അവിടേക്ക് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. അതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ, അതായത് ഇവരെ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം പങ്കെടുക്കുവാൻ. അതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി ഞാൻ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന 2 അവസരങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. 2 പ്രമുഖ ബ്രാൻഡുകളിൽ, പ്രത്യേകിച്ച് ഓൺലൈൻ മേഖലയിൽ പ്രവർത്തനങ്ങളുള്ള എൻട്രിയിലേക്കും സൈലത്തിലേക്കുമാണ് ഈ റിക്രൂട്ട്മെന്റ്. എൻട്രിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് മെന്റർ എന്ന തസ്തികയിലായിരിക്കും. ഓർക്കുക, സ്പോക്കൺ ഇംഗ്ലീഷ് അത് പഠിപ്പിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഇവരുടെ മലയാളം ബാച്ചിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട് ടൈം ജോലിയാണ്, വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ അതിൻ്റെ റിക്വയർമെന്റ്സ് ഇവരോട് നൽകിയിട്ടുണ്ട്. മിനിമം 1 ഇയർ ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഓൺലൈനിലൂടെ ടീച്ച് ചെയ്യുന്നവരെ ആയിരിക്കും പ്രിഫറൻസ് നൽകുക എന്ന്, അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ലാംഗ്വേജ് സ്കിൽസ് ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാം. ഓർക്കുക, 5 hours പാർട്ട് ടൈം ജോലിയാണ്, എന്നാൽ 5 hours പെർ ഡേ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ അവസരം സൈലത്തിലാണ് ലഭ്യമായിരിക്കുന്നത്. സൈലം എനിക്ക് തോന്നുന്നു അവർ സ്കൂൾ കുട്ടികളിലേക്കൂടെ അവരുടെ ക്ലാസ്സുകൾ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനിലൂടെ എല്ലാ വിഷയങ്ങളും ക്ലാസ് എടുക്കുന്നവരെ ഇവരെ തേടുന്നുണ്ട്. അവരാകെ പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ രസകരമായി കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ കഴിവുള്ളവരാണോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് രസകരമായി ക്ലാസ് എടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിന് അപ്ലൈ ചെയ്യാം. അവർക്ക് ഇതും വർക്ക് ഫ്രം ഹോം ആയിട്ടാണ്, ഓൺലൈൻ ആയിട്ടായിരിക്കും പഠിപ്പിക്കേണ്ടതായിട്ട് വരിക. അപ്പം വർക്ക് ഫ്രം ഹോം ആയിട്ട് പഠിപ്പിക്കേണ്ട 2 അവസരങ്ങൾ, ഒന്ന് ഇംഗ്ലീഷ് മെൻറ്ററാണ്, മറ്റൊന്ന് എല്ലാ സബ്ജക്റ്റുകളിലും 1 മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനിലൂടെ ക്ലാസ് എടുക്കാവുന്ന അവസരങ്ങൾ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ഡീറ്റെയിൽസ് ഉണ്ട്, അത് വായിച്ച് മനസ്സിലാക്കി ആ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി ഞാൻ ഈസ് ഓഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിലേക്ക് ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. ഈസ് ഓഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിലെ എക്സിക്യൂട്ടീവ് ട്രെയിനീസ് എന്ന തസ്തികയിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് മാർച്ച് 22-ാം തീയതിയാണ്. അത് നടക്കുന്ന ലൊക്കേഷൻ ബെസോലിയോസ് മാത്യൂസ് 2 കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ബെസോലിയോസ് സെന്റർ ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ശാസ്താംകോട്ട, കൊല്ലം ജില്ലയിലാണ് ഈ കോളേജ് ഉള്ളത്. ഈ കോളേജ് വെച്ചാണ് ഇത് നടക്കുന്നത്. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഇവരോട് സൂചിപ്പിക്കുന്നത് PG റെഗുലറായിട്ട് പഠിക്കുന്നവരെ, ഏതെങ്കിലും വിഷയത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സ് കോഴ്സ് റെഗുലറായിട്ട് പഠിക്കുന്നു, BTechകാർ അല്ലെ BSc അഗ്രികൾച്ചർ റെഗുലറായിട്ട് പഠിക്കുന്നവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ കഴിയുക. 2024 പാസ് ഔട്ട് ആകുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ ബേസിസിൽ അവസരങ്ങളുണ്ട്. ഇവരുടെ ഈ ഒരു എക്സിക്യൂട്ടീവ് ട്രെയിനി എന്ന് പറയുമ്പോൾ ഫീൽഡ് വർക്ക് ഒക്കെ ഉൾപ്പെടുന്ന ജോലികളാണ്. അപ്പോൾ അതിന് തയ്യാറായിട്ടുള്ളവർ അപ്ലൈ ചെയ്താൽ മതിയാകും. മികച്ച ശമ്പളം ഏതാണ്ട് 3.75 to 4.25 lakh പെർ ആനം കോസ്റ്റ് കമ്പനി CTC ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഒരു ആപ്റ്റ്യൂഡ് ടെസ്റ്റിൻ്റെയും GD-യുടെയും ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷൻ നടത്തുക. അപ്പം PGക്കാർ, BTechകാർ, BSc അഗ്രികൾച്ചറുകാർ ഫൈനൽ ഇയേഴ്സ് ഈ ഇതിന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ 22-ാം തീയതി മാർച്ചിൽ ഈ ബെസോലിയോസ് മാത്യൂസ് 2 കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പോയി ഈ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് ഈ അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയും. ഇനി ഞങ്ങളുടെ കോളേജിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. മെരിയൻ കോളേജ് കുട്ടിക്കാനം ഒരു ഓട്ടോണമസ് കോളേജാണ്. നാക്കിന്റെ A++ ഗ്രേഡിംഗ്, അതായത് ഏറ്റവും ടോപ്പ് ഗ്രേഡിംഗ് ആണ് A++ എന്നുള്ളത്. 3.71 ഔട്ട് ഓഫ് 4 നേടിയിട്ടുള്ള കോളേജാണ്. അപ്പോൾ ഒരു സെൽഫ് ഫിനാൻസിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBA-ലേക്ക്, അതുപോലെ ഫിസിക്സിലേക്ക്, കൊമേഴ്സിലേക്ക്, സോഷ്യൽ വർക്കിലേക്ക്, ഇപ്പോൾ BSW ബാച്ചിലേഴ്സ് ഇൻ സോഷ്യൽ വർക്കിലേക്ക്, എക്കണോമിക്സിലേക്ക്, ഈ 5 ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. മിനിമം 55% മാർക്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. എന്നാൽ നെറ്റ് അതേപോലെ PhD ഉള്ളവരൊക്കെ ഡിസൈറബിൾ ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 22-ാം തീയതിക്ക് മുമ്പായിട്ട് അല്ലെ 22-നുള്ളിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന കാര്യം ഉറപ്പാക്കുക. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി ഞാൻ ITIക്കാർക്കും ഡിഗ്രിക്കാർക്കും ഡിപ്ലോമക്കാർക്കും +2കാർക്കും ഒക്കെ ലഭ്യമായിരിക്കുന്ന ഒരു അവസരം എന്ന് സൂചിപ്പിക്കാം. SFO ടെക്നോളജി നാം അറിയുന്ന പോലെ നെസ്റ്റ് ഗ്രൂപ്പിലുള്ള ഒരു കമ്പനിയാണ്. ഇവരെ ഓപ്പറേറ്റർ ട്രെയിനി എന്ന തസ്തികയിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്.
മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ITയോ ഡിപ്ലോമയോ ഡിഗ്രിയോ +2 ഒക്കെ കഴിഞ്ഞവർക്ക് അവസരങ്ങളുണ്ട്. ഫ്രഷേഴ്സിനും ഒരു 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമായിരിക്കും അവസരങ്ങളുള്ളത്. അപ്പം സാലറി ആസ് പെർ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് ഉള്ളവർ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോയിട്ട് SFO എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി ഞാൻ ഒട്ടനവധി പ്രമുഖ കമ്പനികളിലെ ജോലികളിലേക്ക് എത്തുവാൻ സഹായകരമായിട്ടുള്ള ഒരു അവസരം ഒന്ന് സൂചിപ്പിക്കാം. RM അല്ലെങ്കിൽ UST ഗ്ലോബൽ, അതേപോലെ ടെക് മഹീന്ദ്ര, സദർലാൻഡ്, ഇങ്ങനെ മൈജി, ഈസാഫ്, ഇങ്ങനെ ഒട്ടനവധി കമ്പനികളിലെ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ടുള്ള ഒരു ജോബ് ഡ്രൈവ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത് നടക്കുന്നത് കോട്ടയം ജില്ലയിലെ പാലായിലുള്ള സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. മാർച്ച് 22-ാം തീയതിയാണ്. 8 AM മുതൽ 6 PM വരെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ജോബ് ഡ്രൈവിൽ പങ്കെടുക്കാം. ഏതാണ്ട് 800-ലധികം അവസരങ്ങൾ ലഭ്യമാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. ബാക്ക്ലോഗ്സ് ഉള്ളവർക്കും, പ്രത്യേകിച്ച് 2024-23 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും 24 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി, പ്രത്യേകിച്ച് BTechകാർ, MTech, MCA, MBA, BCA അങ്ങനെയൊക്കെ ഉള്ളവർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന്റെ വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ കൃത്യമായ വിവരങ്ങൾ അതാത് കമ്പനികളുടെ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കുക, ഈ പ്രൈവറ്റ് കമ്പനിയിലെ റിക്രൂട്ട്മെന്റ് ആർക്കും പണമൊന്നും നൽകേണ്ടതില്ല. ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.